യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം പഠിക്കുമ്പോൾ ഭക്തനായ യോബിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. സ്തോത്രം. യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യം പഠിക്കുമ്പോൾ ഭക്തി മുറുകെ പിടിക്കുന്ന യോബിനെ കാണാം. സ്തോത്രം. പിന്നെ താഴോട്ട് നമ്മൾ പഠിച്ച് അങ്ങോട്ട് ചെല്ലുമ്പം മഹാഭക്തനായ ഒബദ്യാവിനെ നമുക്ക് കാണാം ബൈബിളിൽ. സ്തോത്രം. ഭക്തനായ കൊർന്നല്യോസിനെ നമുക്ക് വചനത്തിൽ കാണാം. വേദപുസ്തകത്തിൽ അങ്ങനെ ധാരാളം ഭക്തന്മാരുണ്ട്, എണ്ണിയാ തീരാത്ത പോലെ. സ്തോത്രം. ഭക്തിയുടെ ലക്ഷണം എന്തുവാ എന്നൊന്നും ദൈവത്തിന് സ്തോത്രം ഞാൻ പറയുന്നില്ല. 33-ാം സങ്കീർത്തനം സങ്കീർത്തനക്കാരൻ ചമയ്ക്കുമ്പം അതിന് 18-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലുണ്ട്. സ്തോത്രം. ഞാനിവിടെ ദൈവത്തിൻ്റെ ദൂത് പറയാം, നീ ഭക്തിയോടെ ദൈവത്തെ സേവിച്ചാൽ ദൈവത്തിൻ്റെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലുണ്ട്. പിശാചൊക്കെ നോട്ടം വിടാൻ നോക്കിയൊന്നും നോട്ടം വിടാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിൻ്റെ ദൃഷ്ടി ഭക്തന്മാരുടെ മേൽ ഇരിക്കുക. സങ്കീർത്തനക്കാരൻ പറയുന്നൊരു വാക്യമുണ്ട്, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതിയെ അപ്പവിരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ദൈവത്തെ ഭക്തിയോടെ വിളിക്കുന്നവന് ഗതികേട് വരാൻ ദൈവം സമ്മതിക്കുകയല്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നീ ഒരു ഭക്തനാണോ? യോബിന് എത്ര വലിയ കഷ്ടത വന്നേലും അവൻ്റെ ഭക്തി നഷ്ടപ്പെട്ടത് ഇരട്ടിയായിട്ട് തിരിച്ചവൻ്റെ കരങ്ങളിൽ ലഭിക്കുവാനിടയായി. ഇനി മെസ്സേജ് കേൾക്കുമ്പോൾ സ്തോത്രം, ഒന്ന് മനസ്സിലാക്കിക്കോ, യഹോവയുടെ ദൃഷ്ടി എവിടെ ഉണ്ട്? തൻ്റെ ഭക്തന്മാരുടെ മേലുണ്ട്. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു വാക്യം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. 34-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കേണ്ട, ഞാനങ്ങ് പറഞ്ഞു, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്നു. കണ്ടോ? നിന്നെ ഒതുക്കിക്കളയാൻ എത്രയോ സംഘടിത ശക്തികൾ ദുർമന്ത്രങ്ങളും ദുർശക്തികളും അടിച്ചുവിട്ടിട്ടും നിന്റെ അടുക്കൽ വരാത്തത് എന്നാ? നിനക്ക് ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്നൊരു ദൈവമുണ്ട്. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയുക. ദൈവത്തിന് സ്തോത്രം. നിന്നെ ഒതുക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും നീ ഭയപ്പെടേണ്ട, നിനക്ക് ചുറ്റും ദൂതന്മാര് കാവലിറങ്ങും. സ്തോത്രം. യാക്കോബ് ഒരിക്കല് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. സ്തോത്രം. ഈ ചില സാഹചര്യങ്ങൾ ഉണ്ടായി വരുമ്പം ഓർത്തോണം, തകർക്കാനൊന്നുമല്ല, മറ്റൊരു ലെവലിൽ നിന്നെ അനുഗ്രഹിക്കാനാ. സ്തോത്രം. ചില വാതിൽ അടയുന്നത് തകർക്കാനല്ല, ശ്രേഷ്ഠമേറിയത് തുറക്കാനാ. ഒരാമ്യം വരുന്നില്ല. എനിക്ക് വേദപുസ്തകത്തില് ഏറ്റവും ഇഷ്ടമുള്ളൊരു വചനം നിങ്ങളോട് പറയാം. സ്തോത്രം. ആ വചനം ഇതാ. ആ വചനം, ദൈവം ഒരു വാതിൽ തുറന്നാൽ അതിനെ അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. എന്തുവാ? ദൈവം ഒരു വാതിൽ തുറന്നാൽ അതിനെ അടയ്ക്കാൻ ആർക്കും ഉറപ്പുള്ളവരെ ആമയും പറയാവോ? തുറന്നത് അടയുമോ എന്നൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാ പറയാ, അടയത്തില്ല. കാരണം അത് ദൈവം തുറന്നതാ. ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കാം. ദൈവത്തിന് ചിലത് തുറക്കാൻ ആഗ്രഹമുണ്ട്. നിന്റെ കുടുംബത്തിൽ ഇതുവരെ തുറക്കാത്ത ചില വാതിലുകൾ നിനക്ക് വേണ്ടി തുറന്നിടുവാൻ, അത് ആത്മീകമാകട്ടെ, അത് ഭൗതികമാകട്ടെ, ഇന്നത്തെ ആരാധനയിൽ ദൈവം ചിലത് തുറന്നിടുക. സ്തോത്രം. സ്തോത്രം. ഈ നിന്റെ എതിരാളി അടയ്ക്കാനാ നോക്കുന്നത്. സ്തോത്രം. ഡൊമിഷൻ ചക്രവർത്തി യോഹന്നാനെ തിളച്ച എണ്ണയ്ക്കകത്തിട്ടു, ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ചു. ചരിത്രം പറയുന്നേ, നമ്മൾ ചിക്കൻ ഫ്രൈ ഈ സന്ധ്യ സമയത്തൊക്കെ ഹോട്ടലുകളിൽ പോയാൽ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടം ചിക്കൻ ഫ്രൈയാ. ഇതുപോലെ യോഹന്നാന്റെ ഫ്രൈ കാണാൻ ഡൊമിഷൻ കൊതിച്ചിരിക്കുമ്പോൾ ചെമ്പിന്റെ മൂടി തുറന്നപ്പം തിളച്ച എണ്ണയുടെ മകളിൽ, സ്തോത്രം, ഡൺലപ്പിന്റെ മെത്തേ കിടക്കുന്നത് യോഹന്നാൻ ചിരിച്ചോണ്ട് കിടക്കുക. ഡൊമിഷന് കലിമൂത്തു. എണ്ണയ്ക്കകത്ത് ഒതുങ്ങാത്തവനെ ഒതുക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. ഡൊമിഷൻ വെറുതെ ഇറങ്ങരുത്. ഇവൻ ദൂതന്മാരുടെ കാവലുള്ള ഭക്തനാണ്. ഇവനെ ഒതുക്കാൻ നിനക്ക് പറ്റുകയില്ല. നീ എത്ര ശ്രമിച്ചാലും ഇവൻ ഒതുങ്ങത്തുമില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ, നിന്നെ എന്നെ ഒതുക്കാൻ നോക്കിയ പലരും ഇപ്പോൾ ഒതുങ്ങി കരയ്ക്ക് കയറിയിരിക്കുക അല്ലേ? തിരിഞ്ഞു നോക്ക് അല്ലേ? വെല്ലുവിളിച്ചവരും നിന്നെ പാർപ്പിക്കത്തില്ലെന്നും സമാധാനത്തോടെ കിടത്തത്തില്ലെന്നും കൊച്ചിൻ്റെ നന്മ കാണിക്കത്തില്ലെന്നൊക്കെ
പരസ്യമായി നിന്നെ വെല്ലുവിളിച്ച പലരും നിന്നെ ഒതുക്കാൻ തീരുമാനിച്ചു, പക്ഷേ അവരൊതുങ്ങിയതല്ലാതെ. മനസ്സിലായി തുടങ്ങുന്നുണ്ടോ? ഡൊമിഷ്യൻ ചക്രവർത്തി യോഹന്നാനെ പത്മോസ് എന്ന ദ്വീപിലേക്ക് വലിച്ചെറിഞ്ഞു. കാരണം പത്മോസിൽ അങ്ങോട്ടിട്ടാ പിന്നെ തിരിച്ചു വരാൻ പറ്റത്തില്ല. കാരണം തിരിച്ചു വരാനുള്ള വഴിയില്ല. പക്ഷെ എല്ലാ വഴിയും അടഞ്ഞപ്പം ദൈവം സ്വർഗത്തിൽ വാതിൽ തുറന്നിട്ട് പറയുക, എല്ലായിടത്തും അടഞ്ഞു, പക്ഷേ എൻ്റെ വാതിൽ മാത്രം അടഞ്ഞിട്ടില്ല. ആരാധിക്കുന്ന ചിലരോടാ ദൈവത്തിൻ്റെ ദൂത്, ആരെല്ലാം നിന്റെ വാതിൽ അടച്ചാലും ഒരു ടെൻഷനും വേണ്ട. അവർക്കാർക്കും എത്തിപ്പിടിക്കാൻ വയ്യാത്ത വാതിൽ നിനക്ക് വേണ്ടി തുറന്നിട്ട് തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. യോഹന്നാനെ, ഇവിടെ കയറി വാ, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം.